അപ്പോൾ ഞാനും ആദ്യകാലങ്ങളിൽ നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇട്ടുകൊണ്ടേയിരിക്കും. വ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ദേഷ്യം വരും ചിലപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ നമുക്ക് യൂട്യൂബ് തന്നെ ഒരുപാട് ടിപ്സും ട്രിക്സും തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഞാനും ആദ്യകാലങ്ങളിൽ നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇട്ടുകൊണ്ടേയിരിക്കും. വ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ദേഷ്യം വരും ചിലപ്പോൾ. പലരും എന്താ പറയുക, വീഡിയോസും ഷോർട്സ് ഒക്കെ ഇട്ടും അടുത്തു, ഇനി നിർത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ കേട്ടോ. ഞാനും ആദ്യം ഇങ്ങനെ ഷോർട്സും വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറേ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും അടുത്ത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നിർത്താന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും ചിലപ്പോൾ. ഇനിയും ഒരു വാശിയാണ്, എങ്ങനെയെങ്കിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും ഒക്കെ കൂട്ടി മോണിറ്റൈസ്ഡ് ആക്കണം എന്നുള്ളൊരു തോന്നല് ഇങ്ങനെ തോന്നും കേട്ടോ ചില സമയത്ത്. അപ്പോൾ പല ട്രിക്സും ടിപ്സുകളൊക്കെ നമുക്ക് യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് റീമിക്സ് സെക്ഷൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് യൂസ് ദിസ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ടായിരുന്നു അല്ലേ. അത് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അത് റീമിക്സ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. നമുക്ക് കുറെ മുമ്പ് വരെ, ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് വരെ റീമിക്സിൽ യൂസ് ദിസ് സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അറിവിൽ 1.5 വർഷമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിന് ശേഷം കുറേ നമുക്ക് യൂട്യൂബ് തന്നെ ടിപ്സുകൾ നമുക്ക് വ്യൂസും സബൊക്കെ കൂട്ടാൻ വേണ്ടി അതിനടിയിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയ യൂട്യൂബേഴ്സ് നമ്മൾ അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പഴയ ഷോർട്സുകളിലൊക്കെ ചിലതിൽ കൊളാബ് ചെയ്തിട്ടില്ല. ഗ്രീൻ സ്ക്രീനും കട്ട് ദിസ് വീഡിയോ ഒന്നോ രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും വ്യൂസ് കൂട്ടണം എന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ നല്ല നല്ല വ്യൂസ് ഉള്ള മറ്റ് ഷോർട്സ് ആണെങ്കിലും വീഡിയോ ചെയ്തിട്ടില്ല, ഷോർട്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഷോർട്സ് ആണെങ്കിലും എടുത്തിട്ട് അതിൽ കൊളാബും ഗ്രീൻ സ്ക്രീനൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു 1-2. അപ്പോൾ അവർ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരത്തില്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ കോപ്പി റൈറ്റ് ഒന്നും വരത്തില്ല. അത് നമുക്ക് യൂട്യൂബ് തന്നെ തരുന്നൊരു ഫീച്ചേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ പക്ഷെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി വേണം, നമ്മളെ ആക്ടിവിറ്റി ചെയ്യണം. അതിൽ ഗ്രീൻ സ്ക്രീൻ ആണെങ്കിലും കട്ട് ദിസ് വീഡിയോ ആണെങ്കിലും അതേപോലെ എന്താണ് പിന്നെ കൊളാബ് അങ്ങനെ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്കും ചെയ്യാം, അല്ലാതെ മറ്റുള്ള വീഡിയോകൾ ഉണ്ടാകത്തില്ലേ, നല്ല നല്ല പോപ്പുലർ ആയിട്ടുള്ള ഷോർട്സുകളൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ അവർക്ക് 10 ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ ചുരുങ്ങിയത് ഒരു 50,000 ഇല്ലെങ്കിൽ 1 ലക്ഷമെങ്കിലും കിട്ടും. പക്ഷെ അതിന് നല്ല സബ്സ്ക്രൈബേഴ്സും വരും കേട്ടോ. എനിക്ക് ഉള്ളൊരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല മാത്രം കാണിച്ചാലും മതി. തല എന്തെങ്കിലും ചിരിക്കുകയോ നമ്മൾ എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്താലും മതി. പിന്നെ കൊളാബ് ചെയ്യുമ്പോൾ നമുക്ക് പകുതിക്ക് പകുതി നമ്മൾ എന്തെങ്കിലും കാണിക്കണം, ആക്ഷൻ വേണം നമ്മുടെ എന്തെങ്കിലും. അതറിയാലോ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റീമിക്സ് പോലെ തന്നെ. റീമിക്സ് പറയുമ്പോൾ സൗണ്ടും കാര്യങ്ങളും മാത്രം എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് മുമ്പൊക്കെ സൗണ്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മുടെ മറ്റുള്ളവരുടെ വീഡിയോയിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറയുന്നത് എന്താ പറയുക, കട്ട് ദിസ് വീഡിയോ. അത് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് നമുക്ക് നല്ല ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെയും കൂടെ കുറച്ച് എന്തെങ്കിലും അതിൽ ആക്ടിവിറ്റി ഉൾപ്പെടുത്തുക. എല്ലാത്തിനും നമ്മുടെ ആക്ടിവിറ്റിയും കൂടെ ഉൾപ്പെടുത്താൽ മാത്രമേ നമുക്ക് അത് നന്നായിട്ട് വ്യൂസും കാര്യങ്ങളും യൂട്യൂബ് കൊണ്ടുതരല്ല റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വ്യൂസും സബും ഒന്നും ഇല്ല പറഞ്ഞ് വിഷമിക്കുന്നവർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസും കാര്യങ്ങളും വരും. സബ് നേടാൻ നല്ലൊരു മാർഗമാണ് ഇങ്ങനെ യൂട്യൂബ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ നല്ല നല്ല വ്യൂസും കാര്യങ്ങളുള്ള ഷോർട്സ് എടുത്ത് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെയെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 10-75 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അതുകൂടെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഷോർട്ട് എടുത്തിട്ട് ഇതിൽ റീമിക്സ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. റീമിക്സ് സൗണ്ടും ഗ്രീൻ സ്ക്രീനും അല്ലെങ്കിൽ കൊളാബും അതുപോലെ തന്നെ പിന്നെ കട്ട് ദിസ് വീഡിയോ ഒക്കെ കാണിച്ചു തരാം. റൈറ്റ് സൈഡായിട്ട് നമുക്ക് ഫിലിമിൻ്റെ പിക്ചർ കാണാൻ പറ്റും. അതിന് മേലെ റീമിക്സ് കാണും. അതിൽ യൂസ് ദിസ് സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആഡഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് ആണെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ, ഞാൻ പറയുന്നൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8 സെക്കൻഡിൻ്റെ. ഇത് കണ്ടില്ലേ, ഇത് വെറുതെ കൊടുക്കാണ് കേട്ടോ, അതിന് മാച്ചൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ സോങ് ഇതിലേക്ക് ആഡായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ സൗണ്ട് ഓഫ് ആക്കിയിരിക്കണം കേട്ടോ, കോപ്പി റൈറ്റ് വരുമോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സാധാരണ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിങ് ആയി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ സാധാ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറെ എന്താണ് ഫിൽറ്ററും കാര്യങ്ങളും അതിൽ എഴുതി കൊടുക്കുകയാണെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഗ്രീൻ സ്ക്രീൻ കാണിച്ചു തരാം, കൊളാബ് കാണിച്ചു തരാം, ഓർഡറായിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് കൊളാബിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതേപോലെ പോയിട്ട് കൊളാബിൽ ക്ലിക്ക് ചെയ്താണ്. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ 15 സെക്കൻഡാണ്. അപ്പോൾ പ്രോസസ്സിങ് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ 15 സെക്കൻഡാണ്. അപ്പോൾ പ്രോസസ്സിങ് ആകുന്നുണ്ട്. ഞാൻ എല്ലാം കാണിച്ചു തന്നിട്ടാണ് കേട്ടോ പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിൽ വന്നിട്ട് കൊളാബിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തണം, കണ്ടില്ലേ? പകുതിയായിട്ട് ഞാനും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് ആ സൈഡ് കാണിക്കുന്നത് ഓൾറെഡി ഉള്ള ഷോർട്ടിലാണ്. പിന്നെ നമ്മുടെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് കാണിക്കണം, പകുതി. അതാണ് കൊളാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും വരും കേട്ടോ. ഇത് നമ്മുടെ വീഡിയോ തന്നെ എടുത്ത് ചെയ്യണമെന്നില്ല, വേറെ പലരുടെയും വീഡിയോ എടുക്കാം. വീഡിയോയിലും ചെയ്യാം, ഷോർട്ടിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കാണിച്ചു തരികയാണ്. അതേപോലെ തന്നെയാണ്. അതേപോലെ നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക സാധാരണ പോലെ. എല്ലാം ഒരേ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലും നമുക്ക് ടൈപ്പ് ചെയ്ത് ഫിൽറ്ററൊക്കെ കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഗ്രീൻ സ്ക്രീൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ പോയിട്ട് വീണ്ടും ഗ്രീൻ സ്ക്രീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ സ്ക്രീനിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡായിട്ട് എവിടെയെങ്കിലും നമ്മുടെ തല കാണിക്കണം. ഡണ്ണ് കൊടുക്കുമ്പോൾ പ്രോസസ്സിങ് ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും 15 സെക്കൻഡാണ് കേട്ടോ. അപ്പോൾ പ്രോസസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോ, അപ്പം തന്നെയുള്ള ഫോട്ടോ തന്നെ നമുക്ക് കാണിക്കണം കേട്ടോ. നമ്മുടെ തല എന്തെങ്കിലും ഇവിടെ കാണിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂവ് ചെയ്യുന്നത് പോലെ കാണിച്ചാലും മതി. പക്ഷെ ഞാനിപ്പോൾ എന്നെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ചേച്ചി കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോപ്പി റൈറ്റ് വരുമോ എന്ന് കേട്ടോ. എന്നെ കോപ്പി റൈറ്റ് ഒന്നും വരത്തില്ല. പക്ഷെ നമ്മുടെ എന്തെങ്കിലും ആക്ടിവിറ്റി വേണം, നമ്മളെ വെറുതെ ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലും അനക്കം മൂവ്മെൻറ്റ് പോലെ വേണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. വെറുതെ എത്ര പേര് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, വെറുതെ ഇരുന്നിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ 1-2 ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടാണ്. അത് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ അപ്ലോഡ് ആകുന്ന പോലെ ആകും. അതിൽ നമുക്ക് തമ്പനയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാത്തിനും തമ്പനയിൽ ഒരേ രീതിയിൽ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടില്ലേ? ഇപ്പോൾ ഇങ്ങനെ തന്നെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഡിലീറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഒന്നും കൂടി ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പ്രോസസ്സിങ് ആകണ ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് കട്ട് ദിസ് വീഡിയോ ആണ് കേട്ടോ. കട്ട് ദിസ് വീഡിയോ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതും അതേപോലെ ഡണ്ണ് കൊടുത്തിട്ട് പ്രോസസ്സിങ് ആയി വരുന്നുണ്ട്, കണ്ടില്ലേ? പ്രോസസ്സിങ് ആകുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് 5 സെക്കൻഡേ ഉണ്ടാവുള്ളൂ കട്ട് ദിസ് വീഡിയോയിൽ. പിന്നെ ബാക്കി നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് അതിനെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷൻ കാണിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മൂവ്മെൻറ്റ് ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ? പകുതി റെഡ് വരുന്നത് മുഴുവൻ നമ്മളുടെ ഭാഗമാണ് കേട്ടോ. മറ്റേത് 5 സെക്കൻഡ് പഴയ വീഡിയോ ഷോർട്ടിൻ്റെ. എന്നിട്ട് സാധാ ഡണ്ണ് കൊടുക്കുക. അപ്പോൾ അപ്ലോഡായി കിട്ടും. കണ്ടില്ലേ? പെൻസിൽ ചിഹ്നം വരുന്നുണ്ട്. ഇതിൽ കാണിച്ചു തരാം, കണ്ടില്ലേ? 5 സെക്കൻഡ് പഴയ ഷോർട്ടിൻ്റെയും പിന്നെ നമ്മളിപ്പോൾ കൊടുത്ത അതിൻ്റെയുമാണ് പകുതിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് ഇഷ്ടമുള്ള തമ്പനയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലും നമുക്ക് ഫിൽറ്ററും എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഇത് ഏതും അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ട് കൊടുക്കാത്തത് നമുക്ക് കോപ്പി റൈറ്റ് വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊളാബ് ആണെങ്കിലും ഗ്രീൻ സ്ക്രീൻ ആണെങ്കിലും കട്ട് ദിസ് വീഡിയോ ആണെങ്കിലും റിമിക്സ് ആണെങ്കിലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും വ്യൂസൊക്കെ കൂടി വരും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് അറിയാത്തവരായിരിക്കും കൂടുതലും ന്യൂ ബിഗിനേഴ്സ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.